2000 ടോക്ക് ടൈം നിശ്ചയമായിട്ട് സംസാരിച്ച് മനസ്സിനെ കുറച്ച് റാഹത്തായിട്ട് നല്ല ഉറങ്ങാലോ എന്നുള്ള ടെൻഷനിൽ ഓള് സംസാരം തുടങ്ങും. നമ്മളൊക്കെ അങ്ങനെ പോയിട്ട് ഇന്നലെ പോയിട്ടൊക്കെ വന്നില്ല ഇച്ച, നല്ല റാഹത്തില്ല, നമുക്ക് അടയ്ക്ക് പോകണം. ഇയാള് പിന്നെയും പറയും നമുക്ക് നാളെ ഒന്ന് ബേക്കൽ കോട്ടയിലെല്ലാം ഒന്ന് പോകണം, അവിടെയൊക്കെ എന്തൊക്കെയോ ഭൂമിയിൽ നിന്ന് മുകളിലോട്ട് പോകുന്ന എന്തൊക്കെയുണ്ട്, നമുക്ക് കുട്ടികളെല്ലാം കൊണ്ടുവന്ന് പോകണം. ഉറൂസ് നടക്കുന്നല്ലോ, നമുക്കവിടെ പോണം, അവിടെ എല്ലാം ഒന്ന് കണ്ടിട്ടല്ല വരണില്ല. ഉപ്പാക്ക് സുഖമില്ലാണ്ട് കിടക്കുന്ന കുറെ നാളായി, വിളിക്കുന്ന പോരെന്ന് ഉമ്മ ഒന്ന് നമുക്ക് പോണല്ലോ, ഇവിടുന്ന് പോയി 2 ദിവസം കുട്ടികളെല്ലാം പുറക്ക് നിർത്തിയിട്ട് വരായി. ഇപ്പൊ വെക്കേഷൻ സമയമല്ലേ, സംസാരിക്കാനില്ല. ഡോക്ടറെ തീർന്നു ഇയാളുടെ മൂളാനുള്ളതേ ഉള്ളൂ. 19,990 ടോക്ക് ടൈം നാട്ടിൽ സംസാരിച്ച് തീർന്നു. ഇയാൾക്ക് ഇനിയുള്ളത് മോള് 10ാമത്തെ മോളിനോടുകൂടി അതും തീർന്നു. നിങ്ങളുടെ ടോക്ക് ടൈം തീർന്നു. അവസാനം എല്ലാം കൂടെ വാരി എറിഞ്ഞിട്ട് പെട്ടെന്ന് അയാൾ പോയിട്ട് ബെഡ്റൂമിലേക്ക് കിടക്കും. ഇവള് 1800 ടോക്ക് ടൈം ബാക്കി ഇങ്ങനെ വെച്ചോണ്ടിരിക്കുക. ആരുടെ സംസാരിച്ചു? അങ്ങനെ വരുമ്പോഴാണ് ഫോൺ എടുത്തിട്ട് അപ്പുറത്തുള്ള ജബ്ബാറിന് അടുത്ത ആളെ ലൈൻ പിടിക്കാൻ. 1800 ടോക്ക് ടൈം തീർക്കട്ടെ, എല്ലാ ദിവസവും ഇങ്ങനെ ബാക്കിയിരിക്കല്ലേ. ഭർത്താവിന് സംസാരിക്കാൻ സമയമില്ല. അപ്പൊ ഓളെന്താക്കും? അയാള് ക്ഷീണത്തിൽ പോയി നോക്കുന്നു, ഉറങ്ങുന്നുണ്ടോ? ഉറങ്ങുന്നുണ്ടോ അങ്ങനെ അറിയാം. ഇച്ച ഉറങ്ങി, ഇവന്റെ ബാക്കി സംസാരം അവളിലേക്ക് പോകും. നമ്മുടെ ബാധ്യത, നമ്മുടെ ഹക്ക്, ഒരു ഭാര്യയോടുള്ള ഹക്ക് നമ്മൾ ഒഴിവാക്കുമ്പോഴാണ് നമ്മുടെ ഭാര്യ മറുകണ്ഠം ചാടുന്നത്. അവൾക്ക് കൊടുക്കേണ്ട ഹക്ക് നമ്മൾ കൊടുത്താൽ ഒരു ഭാര്യ നമ്മളെ വിട്ടുപോകൂല. സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിച്ചാൽ ഒരു ഭാര്യ നമ്മളെ വിട്ടുപോകൂല. ഉറപ്പ് ഞാൻ തരുന്നു. ഏതെങ്കിലും ഒരു ഭർത്താക്കന്മാർ ഭാര്യയെ വേണ്ടതുപോലെ സ്നേഹിച്ചിട്ട് അവൾ നിങ്ങളെ വിട്ടുപോകുന്നുണ്ടെങ്കിൽ പറ,